contact at 5:31 a.m. Central, 6:31 a.m. Eastern as the two were കാർത്തു, ഡോക്കിംഗ് പൂർത്തിയായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നു. വളരെയധികം അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് ഇന്ത്യക്കും പോളണ്ടിനും ഹംഗറിക്കുമെല്ലാം. 4 അംഗ സംഘം, ശുഭാംശു ശുക്ല അടക്കമുള്ള 4 അംഗ സംഘം ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഈ ഒരു 14 ദിവസം ഒരുപാടധികം പരീക്ഷണങ്ങൾ ഈ സംഘത്തിന് അവിടെ ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യ പ്രതീക്ഷയോടെയാണ് ഈ ഒരു ആക്സിയം 4 ദൗത്യത്തെ നോക്കിക്കാണുന്നത്. കാരണം ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട 4 പേരിൽ ഒരാളാണ് ശുഭാംശു ശുക്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഏറെയധികം പ്രതീക്ഷയുള്ള ഒരു ദൗത്യം തന്നെയാണ് ആക്സിയം 4 എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ 6 തവണ മാറ്റിവെക്കപ്പെട്ട ഒരു ദൗത്യം ഇപ്പോൾ നടന്നിരിക്കുന്നു. വിക്ഷേപണം ഇന്നലെ കഴിഞ്ഞ ദൗത്യം ഇന്ന് ഡോക്കിംഗ് നടന്നിരിക്കുന്നു. അവർ സുരക്ഷിതമായി അവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഒരുപാടധികമുള്ള ഇന്ത്യയുടെ ഒരു കാത്തിരിപ്പിന്, ഒരുപാട് കാലമായിട്ടുള്ള ഒരു കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. ദൗത്യ സംഘം അവിടെ സുരക്ഷിതമായി എത്തിയിരിക്കുന്നു. കാർത്തു, അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഇന്ത്യയെ കാത്തിരുന്ന ചരിത്ര നിമിഷത്തിനാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ആക്സിയം 4 ദൗത്യം ഇപ്പോൾ നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഡോക്കിംഗ് പൂർത്തിയാക്കി 14 ദിവസത്തെ ബഹിരാകാശ ഇതിനായി ഇപ്പോൾ ശുഭാംശു ശുക്ലയും സംഘവും ബഹിരാകാശ നിലയത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ചരിത്ര നിമിഷത്തിനാണ് ഇപ്പോൾ സാക്ഷിയായിരിക്കുന്നത്. 41 വർഷത്തിന് ശേഷം ഇന്ത്യക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ നിലയത്തിൽ എത്തുന്നു എന്നതും ഏറെ പ്രത്യേകത നിറഞ്ഞ കാര്യം തന്നെയാണ്. ഏറ്റവും വലിയ പ്രത്യേകതയും ഇത് തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നിമിഷത്തിലാണ് ഇപ്പോൾ രാജ്യമുള്ളത്. വിജിത, ആക്സിയം 4 ദൗത്യം ഇപ്പോൾ പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ്. ഏറ്റവും നിർണായക ഘട്ടത്തിലാണ്. ബഹിരാകാശ നിലയത്തിൽ ഇപ്പോൾ ആക്സൺ 4 പേടകം ഡോക്കിംഗ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. വിവരങ്ങൾ ഇനി എന്തെല്ലാമാണ് കൂടുതൽ പുറത്തു വരുന്നത്? കാർത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 41 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയിരിക്കുന്നു. 1984 രാകേഷ് ശർമ്മ ബഹിരാകാശ നിലയത്തിൽ എത്തുന്നത്. അതിനുശേഷം കൽപ്പന ചൗളയും സുനിത വില്യംസും എല്ലാം ISSലേക്ക് എത്തിയിരുന്നെങ്കിൽ പോലും അവരാരും ഇന്ത്യൻ വംശജരായിരുന്നില്ല. ഇന്ത്യൻ വംശജരായിരുന്നെങ്കിലും ഇന്ത്യൻ പൗരരായിരുന്നില്ല. അങ്ങനെ 41 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശ നിലയത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷമാണ് 2025 അങ്ങനെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. ശുഭാംശു ശുക്ലയും സംഘവും